എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കുകയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യാത്ത ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 600 ഗ്രാം ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പീസ് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് 3-4 എണ്ണം എടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് മാറ്റാം. അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ്. പച്ചമുളക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാതെയാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേകുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങും വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇറച്ചിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട റസ്ക് പൊടിച്ച് വെക്കാം. റസ്കിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും മതി. കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത് റസ്ക് ഉപയോഗിച്ചിട്ട് കോട്ടിങ് ചെയ്തെടുക്കുന്നതാണ്. റസ്ക് ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ഇറച്ചിയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് നടുവേ വെള്ളത്തിൽ നിന്ന് മാറ്റി ഉടനെ തന്നെ മുറിച്ച് വെക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ കുറേയും കൂടെ ആവിയായിട്ടങ്ങ് പോകും. കട്ട്ലേറ്റിലേക്ക് എണ്ണ കയറിപ്പോകാതെയും പൊട്ടിപ്പോകാതെ ഇരിക്കാൻ ഇത് സഹായിക്കും. ഈ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇറച്ചിയിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ മാത്രമേ കട്ട്ലേറ്റ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ വെള്ളമൊക്കെ ഇവിടെ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആകുന്നത് വരെ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് വഴറ്റിയെടുക്കേണ്ട ചേരുവകളൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൂട്ടിൻ്റെ ബാക്കിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആയപ്പോഴേക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഇറച്ചി ഈ സമയമായപ്പോഴേക്ക് തണുത്ത് വന്നു. ഇതും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഒരു 2-3 പ്രാവശ്യം കറക്കിയെടുക്കുമ്പോഴേക്ക് ഇറച്ചി ഈ പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഈ ഇറച്ചി നന്നായിട്ട് വഴന്നു വന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ വറ്റി നല്ലൊരു ടേസ്റ്റായിട്ട് ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വരും. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ഇതിലേക്ക് വേണ്ട എരിവിന് കൂടുതലായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം അധിക സമയമൊന്നും ഇളക്കി കൊടുക്കുന്നില്ല. ഉടനെ തന്നെ ഇത് അടുപ്പത്തു നിന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചെടുത്ത് കയ്യിലൊന്ന് പിടിച്ചു നോക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കട്ട്ലേറ്റിന് കണക്കായെന്ന് മനസ്സിലാകാം. വേകാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു മാറ്റാം. തണുത്ത് വരുമ്പോൾ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി വെക്കാം. ഇവിടെ ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. മുറിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇങ്ങനത്തെ ആ ഒരു കണക്കിൽ വരുവാണെങ്കിൽ എണ്ണയൊന്നും ഒട്ടും കയറാതെ ഒട്ടും പൊട്ടിപ്പോകാതെയുള്ള നല്ല കട്ട്ലേറ്റ് കിട്ടും. ഇനി വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. 1-2 മുട്ടയുടെ വെള്ള എടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കോട്ടിംഗ് ആയിട്ട് വരുള്ളൂ.
അതിനുശേഷം ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയുടെ വെള്ളയിൽ ഇതുപോലെ റോൾ ചെയ്ത് അതിനുശേഷം ഈ റസ്ക് പൗഡറിൻ്റെ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇതുവരെ കട്ട്ലേറ്റ് ശരിയാകാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ കട്ട്ലേറ്റ് നിരത്തി കൊടുക്കാം. കുഴിവെള്ള പാത്രത്തിലാണെങ്കിൽ 2-3 കട്ട്ലേറ്റ് മാത്രമേ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചേരുവകളെല്ലാം കുക്കായതാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ കോട്ടിങ്ങിൻ്റെ കളർ മാറി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇന്നത്തെ ഈ റെസിപ്പിയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.